പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകൾ. കുടിയേറ്റ ആശങ്കകൾക്കിടയിൽ ജർമ്മനി അതിർത്തി പരിശോധന 6 മാസത്തേക്ക് കൂടി നീട്ടി. സെപ്റ്റംബർ 15 വരെ നടപടി തുടരുമെന്ന് ചാൻസലർ ഒലാഫ് ഷോൾസ് ബുധനാഴ്ച പ്രഖ്യാപിച്ചു. ക്രമരഹിതമായ കുടിയേറ്റം തടയുന്നതിനായി ജർമ്മനിയിലെ ഗവൺമെന്റ് അതിർത്തി പരിശോധന 6 മാസത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട്. യൂറോപ്യൻ കമ്മീഷന്റെ അറിയിപ്പിനെ തുടർന്ന് സെപ്റ്റംബർ 15 വരെ വിപുലീകരണം തുടരുമെന്ന് ചാൻസലർ ഒലാഫ് ഷോൾസ് ബുധനാഴ്ച പ്രഖ്യാപിച്ചു. അതിർത്തി നിയന്ത്രണത്തിലൂടെ ക്രമരഹിതമായ കുടിയേറ്റം വിജയകരമായി കുറയുകയാണെന്ന് കണക്കുകൾ തെളിയിക്കുന്നതായി ഷോൾസ് പറഞ്ഞു. നടപടികൾ നടപ്പിലാക്കിയതിനു ശേഷം ജർമ്മൻ അതിർത്തികളിൽ നിന്ന് 47,000 പേരെ പുറത്താക്കി. അഭയാർത്ഥി അപേക്ഷകളിൽ വർഷം തോറും 1/3 ഇടിവ് രേഖപ്പെടുത്തുകയും 1900 കള്ളക്കടത്തുകാരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഫ്രാൻസ്, ലക്സംബർഗ്, നെതർലാൻഡ്സ്, ബെൽജിയം, ഡെൻമാർക്ക് എന്നിവിടങ്ങളിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ പരിശോധനകൾ വ്യാപിപ്പിക്കുന്നതിന് മുൻപ് ജർമ്മനിയിൽ തുടക്കത്തിൽ പോളണ്ട്, ചെക്ക് റിപ്പബ്ലിക്, ഓസ്ട്രിയ, സ്വിറ്റ്സർലൻഡ് എന്നിവയുമായുള്ള അതിർത്തികൾ നിയന്ത്രിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദി അബ്ഷീർ പ്ലാറ്റ്ഫോമിൽ കൂടുതൽ ഡിജിറ്റൽ സേവനങ്ങൾ ഏർപ്പെടുത്തി. പ്രവാസികൾക്ക് ഡിജിറ്റൽ ID കാണാനും പാസ്പോർട്ട് പുതുക്കാനും അവസരം. സൗദിയിൽ സ്വദേശികൾക്കും പ്രവാസികൾക്കും സർക്കാർ പ്ലാറ്റ്ഫോമായ അബ്ഷീറിൽ കൂടുതൽ ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാക്കി. ആപ്പ് വഴി ഓൺലൈനായി പാസ്പോർട്ട് നൽകുന്നതിനും പുതുക്കുന്നതിനും ആശ്രിതരുടെ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യുന്നതിനുമുള്ള സൗകര്യങ്ങളാണ് പുതിയതായി ഒരുക്കിയിരിക്കുന്നത്. വിദേശ താമസക്കാർക്ക് അവരുടെ പാസ്പോർട്ട് ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാനും ഡിജിറ്റൽ ഐഡന്റിറ്റി കാണാനുമുള്ള സൗകര്യവും ആപ്പിൽ പുതുതായി ഒരുക്കിയിട്ടുണ്ട്. ഔദ്യോഗിക ഏജൻസികൾ മുമ്പാകെ തിരിച്ചറിയൽ കാർഡ് പ്രദർശിപ്പിക്കേണ്ട സന്ദർഭങ്ങളിൽ ആപ്പിൽ ലഭ്യമായ ഡിജിറ്റൽ ID കാണിച്ചു കൊടുത്താൽ മതിയാവും. സൗദികളുടെ ദേശീയ ID കാർഡുമായി ബന്ധപ്പെട്ട മറ്റ് സേവനങ്ങൾ, വിദ്യാഭ്യാസ മന്ത്രാലയ സംവിധാനങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതകൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള സൗകര്യം എന്നിവയും പുതിയതായി അബ്ഷീർ പ്ലാറ്റ്ഫോമിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് ID കാർഡ് പുതുക്കാനും നഷ്ടപ്പെട്ടാലോ കേടുപാട് സംഭവിച്ചാലോ ആപ്പിൽ നിന്ന് പകരം കാർഡ് ലഭ്യമാക്കാനും കഴിയും. പുതിയ ID കാർഡിന് ആവശ്യമായ ഫോട്ടോ എടുക്കാനുള്ള സംവിധാനവും ആപ്പിൽ ലഭ്യമാണ്. അതോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ അപ്ഡേറ്റ് ചെയ്യാനും അബ്ഷീറിൽ സൗകര്യമുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിൽ ലൈസൻസ് ഇല്ലാതെ കച്ചവടത്തിലേർപ്പെടുന്നവർ ഇനി കുടുങ്ങും. നിയമപരിഷ്കരണത്തിന് തയ്യാറെടുത്ത് വാണിജ്യ വ്യവസായ മന്ത്രാലയം. വിദേശികളെയും പൗരത്വരഹിതരെയും ലക്ഷ്യം വെച്ചുള്ളതാണ് ഭേദഗതി. ഇത് സംബന്ധിച്ച കരട് രേഖ വാണിജ്യ വ്യവസായ മന്ത്രാലയം തയ്യാറാക്കിയിട്ടുണ്ട്. വ്യാപാര നാമം, ലൈസൻസ്, വാണിജ്യ രജിസ്ട്രേഷൻ എന്നിവ ഇല്ലാത്ത കച്ചവടങ്ങൾ അംഗീകരിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു. നിയമലംഘനം കണ്ടെത്തിയാൽ ജയിൽ ശിക്ഷയും തുടർന്ന് നാടുകടത്തൽ ഉൾപ്പെടെയുള്ള ശിക്ഷയും നേരിടേണ്ടി വരും. നിയമം ലംഘിക്കുന്നതായി സംശയിക്കുന്ന വാണിജ്യ പ്രവർത്തനങ്ങൾ ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കും. ദേശീയ സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുകയാണ് ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഭൂഗർഭ ഗതാഗത സംവിധാനമായ ദുബായ് ലൂപ്പ് പ്രഖ്യാപിച്ചു. ഇലോൺ മസ്കിന്റെ ബോറിംഗ് കമ്പനിയുമായി ചേർന്ന് ദുബായ് അണ്ടർഗ്രൗണ്ട് ആണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ദുബായ് നഗരത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത ഭൂഗർഭ ഗതാഗത സംവിധാനമാണ് ദുബായ് ലൂപ്പ്. UAE ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ എക്കണോമി, റിമോട്ട് വർക്ക് ആപ്ലിക്കേഷനുകൾ എന്നിവയുടെ സഹമന്ത്രിയും വേൾഡ് ഗവൺമെന്റ് ഉച്ചകോടിയുടെ വൈസ് ചെയർമാനുമായ ഒമർ സുൽത്താൻ അൽ-ഒലാമയാണ് ലോക ഗവൺമെന്റ് ഉച്ചകോടിയിൽ മസ്കുമായുള്ള പ്ലീനറി സെഷനിൽ ഇക്കാര്യം അറിയിച്ചത്. ഭൂഗർഭ ലൂപ്പ് ഒരു വോം ഹോൾ പോലുള്ള പദ്ധതിയായിരിക്കുമെന്ന് മസ്ക് പറഞ്ഞു. 2016 ഇലോൺ മസ്ക് സ്ഥാപിച്ച ഇൻഫ്രാസ്ട്രക്ചർ ടണൽ നിർമ്മാണ സേവന കമ്പനിയാണ് ബോറിംഗ് കമ്പനി. ഭൂഗർഭ ഗതാഗത സംവിധാനങ്ങൾ വികസിപ്പിച്ച് നഗര ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനാണ് ഇത് സൃഷ്ടിച്ചത്. വാഹനങ്ങൾ, ചരക്ക് ഗതാഗതം, അതിവേഗ ഗതാഗതം എന്നിവയ്ക്കായി ഉപയോഗിക്കാവുന്ന ചെലവ് കുറഞ്ഞ ടണലുകളിൽ കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. US അതിർത്തിയിലെ ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ അറസ്റ്റുകളിൽ വർധന. കുടിയേറ്റക്കാർ രാജ്യത്തേക്ക് കടക്കാൻ പുതിയ വഴികൾ തേടുന്നതായും റിപ്പോർട്ട്. US-ലെ അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ ആകെ സ്റ്റോക്ക് കുറഞ്ഞുവെങ്കിലും സമീപ വർഷങ്ങളിൽ പുതിയതായി എത്തുന്നവരുടെ നിരക്ക് ഉയർന്നു. ഇന്ത്യൻ പൗരന്മാരിൽ നിന്നുള്ള അഭയാർത്ഥികളുടെ എണ്ണം 2021 5,000-ൽ നിന്ന് 2023 51,000-ആയി വർദ്ധിച്ചു. ഈ കുടിയേറ്റക്കാർക്കുള്ള പ്രവേശന വഴികളും മാറി. മെക്സിക്കോയുടെ തെക്കുപടിഞ്ഞാറൻ അതിർത്തിയിലൂടെ മാത്രമല്ല, കാനഡയുമായുള്ള വടക്കൻ അതിർത്തിയിലൂടെയാണ് ഇപ്പോൾ കൂടുതൽ ക്രോസിംഗുകൾ നടക്കുന്നത്. അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ ഏറ്റവും വലിയ അനുപാതം പഞ്ചാബി സംസാരിക്കുന്നവരാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഷിംഗ്ടൺ DC സന്ദർശന വേളയിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ ഏറ്റവും പുതിയ പൊതുഡാറ്റ അനുസരിച്ച് US-ലെ മൊത്തം അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ ഇന്ത്യക്കാർ വെറും 2% മാത്രമാണ്.
2023 വിവരങ്ങൾ ലഭ്യമല്ലെങ്കിലും US മൊത്തം ഇന്ത്യൻ ജനസംഖ്യയിൽ അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ അനുപാതം 2015 16.6 ആയിരുന്നത് 2022 6.9 കുറഞ്ഞു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിൽ ഗതാഗത നിയമലംഘകരെ പിടികൂടാൻ കർശന പരിശോധന. 74 വിദേശികളെ കഴിഞ്ഞ വർഷം നാടുകടത്തിയതായി റിപ്പോർട്ട്. അപകടകരമായ ഡ്രൈവിംഗ്, ലൈസൻസ് ഇല്ലാതെ വാഹനമോടിക്കൽ എന്നിവയുൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾ പിടികൂടാൻ രാജ്യത്ത് കർശന പരിശോധന നടന്നുവരുന്നു. കഴിഞ്ഞ വർഷം നടത്തിയ പരിശോധനയിൽ 74 വിദേശികളെ നാടുകടത്തിയതായി ഗതാഗത വകുപ്പ് പറഞ്ഞു. സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാത്ത ഡ്രൈവർ, വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചത് എന്നിവയുൾപ്പെടെയുള്ള 61,553 നിയമലംഘനങ്ങൾ കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തി. രാജ്യത്തെ 90% അപകടങ്ങളും അശ്രദ്ധ മൂലമാണെന്ന് അധികൃതർ പറയുന്നു. ആഭ്യന്തര മന്ത്രാലയം പ്രതിദിനം 200 മുതൽ അപകടങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.